ഹലോ. ഹലോ. നേരത്തെ എന്റെ ബാറ്ററി ലോ ആയിരുന്നു, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റേണ്ടത്. ആയിക്കോട്ടെ. നമ്മുടെ പാടശേഖരം ഏതാണ്? എന്റെ കോഴിത്തോട്. കോഴിത്തോട്. ആ. അത് ഏത് ഭാഗത്താണ്? അമ്പലപ്പാറ കൃഷിഭവൻ. അമ്പലപ്പാടം. നമ്മുടെ അമ്പലപ്പാറ. അമ്പലപ്പാറ. ഓക്കെ. നമ്മുടെ അമ്പലപ്പാറ പഞ്ചായത്താണേ. ആ നമ്മുടെ ഉം. എന്താണ് കൃഷിഭവൻ അമ്പലപ്പാറ. ഉം. ആ, ആയിക്കോട്ടെ. നമ്മുടെ മില്ല് ഏതാണ്? മില്ല് JBS അഗ്രോ പ്രൊഡക്റ്റ്. ആയിക്കോട്ടെ. അവരിപ്പോ നമ്മുടെ 14% മോയ്ച്ചർ ഇല്ലേ? ഇല്ലില്ല. 15 ഇപ്രാവശ്യത്തെ 15 മോയ്സ്ചർ അല്ല, ഇപ്രാവശ്യം മോയ്സ്ചർ പറഞ്ഞിട്ടില്ല. അല്ല, മോയ്ച്ചർ എത്രയുണ്ട്? 15. 15% മോയ്ച്ചർ ഉണ്ട്. ആ. നിങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 മാസമായി. 2 മാസമായിട്ട് നെല്ല് നോക്കാനും വന്നിട്ടില്ലേ? നോക്കാൻ വന്നോ? നോക്കാൻ വന്നിട്ടാണ് അവർ 2% റിഡക്ഷൻ ചോദിച്ചതേ. ഈ ചീട്ട് തന്നോ? അവര് ഒരു ചീട്ട് തരുമല്ലോ, ഫീൽഡ് ഓഫീസർ. പ്രാഥമിക പരിശോധനാ സ്ലിപ്പ് എന്ന് പറയും അതിന്. ആദ്യം നെല്ല് പരിശോധിച്ചിട്ട് സ്ലിപ്പ് തരുന്നത്, എത്ര ചാക്ക് ഉണ്ടെന്നുള്ളത് എഴുതിയിട്ട് പോകണം. അത് കിട്ടി. അത് കിട്ടി. ആ. അപ്പൊ ഫീൽഡ് ഓഫീസർ എന്ത് പറഞ്ഞു? സപ്ലൈകോന്റെ ഫീൽഡ് ഓഫീസർ ചാക്കിന്റെ എണ്ണം മാത്രമേ എടുത്തിട്ട് പോവുള്ളൂ. ഏകദേശം തൂക്കം എഴുതിയിട്ട് ചാക്കിന്റെ എണ്ണം എടുത്തിട്ട് പോവും. ആ ആ ആ അത് ആ കഴിഞ്ഞ് മില്ലിന്റെ ഇവര് വന്നിട്ട് നോക്കുമ്പോഴാണ് മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് 2 കിലോ റിഡക്ഷൻ എന്ന് പറഞ്ഞു. ആ. നമ്മുടെ അപ്പൊ പാടശേഖരത്ത് ഏകദേശം എത്ര ചാക്ക് നെല്ലുണ്ട്? അല്ല, പാടശേഖരത്തൊക്കെ കയറിപ്പോ എന്റെ 3000 കിലോ നെല്ലുണ്ട്, 3080 കിലോ നെല്ലുണ്ട്. ഏട്ടന്റെ പേരെന്താണെന്ന് മനസ്സിലായില്ല. എന്റെ പേര് കൃഷ്ണദാസ്. ആ ആ ആ ആ ആ. കൃഷ്ണദാസ് എന്ന പേര്. അപ്പൊ 14% മോയ്ച്ചറായിട്ടും അവര് 15. 15. ആ. എന്നിട്ട് അവര് പറഞ്ഞത് എത്ര കിലോ പിടിക്കണം എന്നാ പറഞ്ഞത്? 2 കിലോ. അപ്പൊ നമ്മുടെ സപ്ലൈ ഓഫീസറെ കൊണ്ട് വിവരം പറഞ്ഞോ? PM അജീത്തിനോട് വിവരം പറഞ്ഞേ. അപ്പൊ സാർ എന്ത് പറഞ്ഞു? അപ്പൊ നെല്ല് ചെക്ക് ചെയ്തിട്ട് പതിരില്ല 1.5% പതിര് കാണിക്കുന്നുണ്ട്. 4% 3% ഉള്ളതിന് 4.5% കാണിക്കണു. ആ ആ ആ അതിന്റെ പേരിൽ അപ്പൊ നിങ്ങൾ കിഴിവ് കൊടുക്കേണ്ടിയിരുന്നു പറയാണ്. ആ അത് കൂടാതെ 1000 ഗ്രെയിൻസിന് 26 ഗ്രാം തൂക്കം വേണമെന്നുള്ളൊരു കോളം ചേർത്തിട്ടുണ്ട്. ആ അത് സപ്ലൈകോന്റെ നിയമാവലിയിൽ 1000 ഗ്രെയിൻസിന് തൂക്കം വേണമെന്നുള്ളൊരു കോളം പാടി പ്രൊക്യൂർമെന്റിൽ ഇല്ല. പാടി പ്രൊക്യൂർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നെല്ല് സംഭരണത്തിൽ ഇല്ല. ആ അപ്പൊ ഈ കാര്യം അവരോട് ഞാൻ കഴിഞ്ഞ കൊല്ലം സൂചിപ്പിച്ചപ്പോ, ആ നിങ്ങളുടെ ഇത്ര നെല്ലിന് ഇത്ര തൂക്കം എന്നുള്ളത് ഇല്ല എന്ന് സൂചിപ്പിച്ചപ്പോ അവര് എവിടുന്ന നമുക്ക് ഈ കോളം കിട്ടിയത്? സപ്ലൈകോന്റെ ആ ഒരു ഇതിലുള്ള സൈറ്റിലുള്ള കോളത്തിൽ ഈ അഡീഷണൽ 1000 ഗ്രെയിൻസിന് ഇത്ര തൂക്കം വേണമെന്നുള്ള കോളം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡീഷണൽ കോളം എങ്ങനെ ചേർത്ത് വെച്ചപ്പോ അവര് ഞാൻ വിവരാവകാശം വെച്ചപ്പോ ആ വിവരാവകാശത്തിന് മറുപടി വന്നത് IRI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ആ അതിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഈ കോളം, അതിന്ന് ഇട്ടതാണ് ഈ കോളം എന്ന് പറഞ്ഞു. ആ എന്നിട്ട് അപ്പൊ ഞാൻ ആ IRI എന്താന്ന് പഠിച്ചു നോക്കിയപ്പോ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെല്ല് സംഭരണ പാടി പ്രൊക്യൂർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ഉം. IRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതലത്തില് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഇത്ര നെല്ലിന് ഇത്ര തൂക്കം എന്നുള്ളത്. അത് സ്ലിം വെറൈറ്റി, അതായത് ഇപ്പൊ ഒരു ചെറിയ കനം കുറഞ്ഞ സൈസ് അരിയാണ് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രെയിൻസിന് 24 തൂക്കേ ഉണ്ടാവുള്ളൂ. ഒരു ബോൾഡ് വെറൈറ്റി, അതായത് കുറച്ച് കനം കൂടിയ വിത്തും കനവും നീളവും വീതിയൊക്കെ കൂടുതലുള്ളതാണെങ്കിൽ അതിന് 27 ഉണ്ടാവും. അത് നെല്ലിന്റെ നമ്മളുടെ കിഴിവിന്റെ തൂക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അവര് വേറെ ഒന്നിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെല്ലിന് കിഴിവിന് വേണ്ടിയിട്ട് ഈ ഒരു കോളം ഇതിൽ ചേർക്കുകയാണ്. ഈ പോയിന്റ് പിടിച്ചിട്ടാണ് ഞാൻ കളക്ടറെ അടുത്ത് വാദിച്ചിട്ട് ഞാൻ അവിടുന്ന് ഊരി പോകുന്നത്. ഇവരിങ്ങനെ കൂട്ടിയിട്ട് എന്നെ കുടുക്കി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു കൊല്ലമായിട്ട് ഞാൻ ഇവർക്ക് കത്തെഴുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ജനറൽ മാനേജർക്ക് അയച്ചു, അവിടുന്ന് CMD ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ സപ്ലൈകോ PB നൂഹ് അവർക്ക് അയച്ചു, സപ്ലൈകോ മിനിസ്റ്റർക്ക് അയച്ചു, കൃഷി മന്ത്രിക്ക് അയച്ചു, ഈ CMന് അയച്ചു. CMന്റെ ഓഫീസിൽ നിന്നും കൃഷി മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ നിങ്ങളുടെ പരാതി കിട്ടിയിട്ടുണ്ട്, അതായത് കൺസേൺഡ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ റെസിപ്റ്റ് നമ്പർ, EPTN നമ്പർ എന്ന് പറയും, കമ്പ്യൂട്ടർ റൈസ് ചെയ്യുന്നത്, അതിന്റെ റെസിപ്റ്റ് നമ്പർ വെച്ചു. ഇത് വെച്ചിട്ട് ഞാൻ കളക്ടറേറ്റിലേക്ക് അയച്ചു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അയക്കാന്നല്ലാതെ ഈ സംഗതി വരെ എനിക്ക് ഈ കഴിഞ്ഞ കൊല്ലം PMO പാടി മാർക്കറ്റിംഗ് ഓഫീസറും എല്ലാവരും കൂടി ഒത്തി വിളിച്ചിട്ട് ഈ 1000 ഗ്രെയിൻസിന് ഇത്ര തൂക്കം വേണം എന്നുള്ള ഒരു അഡീഷണൽ എന്റെ നെല്ല് കയറ്റാൻ എലിജിബിലിറ്റി ഉള്ളതായിട്ടും നിയമാവലി സപ്ലൈകോന്റെ FCIന്റെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സപ്ലൈകോന്റെ നിയമാവലിയിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ കോളം ഇവർ ഇതിൽ ചേർത്തിട്ട് എന്നെ ഡിലേ ആക്കിയതിനുള്ള നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കളക്ടർ
കളക്ടർക്ക് കത്ത് കൊടുത്തു. അത് എല്ലാവർക്കും വിജിലൻസ്, സപ്ലൈകോ വിജിലൻസ് ഉൾപ്പെടെ ഫോർവേഡ് ചെയ്തു. പേപ്പർ ലോക്കിങ് കൊടുത്തു. ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങൾക്ക് ഇതേവരെ കൃത്യമായിട്ടൊരു മറുപടി ഈ ഒരു കൊല്ലമായിട്ട് എവിടുന്നും കിട്ടിയിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഇപ്പൊ ഞാൻ അവസാനം ഒരു 1.5-2 മാസം മുമ്പിൽ വിളിച്ചു. ഞാൻ ഈ ലെറ്ററുകളൊക്കെ അവരെ വാട്സാപ്പിലേക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടും അവർ ഇതിനൊരു മറുപടി കൃത്യമായിട്ട് ഒറ്റ ആൾ ഇതേവരെ തന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ മാസം വീണ്ടും ആ കാര്യം ഞാൻ ഈ അജി സാറിന്റെ, നമ്മുടെ PMO അജി സാറിന്റെ മുകളിലുള്ള ആളാണ് റീജിയണൽ മാനേജർ, ഒരു മാഡമാണ്, ഒരു ലേഡിയാണ്. അവന്റെ പേരെന്താ? അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ പാലക്കാട് റീജിയണൽ മാനേജർ ഒരു ലേഡി ഉണ്ടേ. കവിത മേഡമാണ്. കവിതാണോ? അതെ, കവിത മേഡം മാറിപ്പോയിട്ട് വേറൊരാളാണല്ലോ ഇപ്പൊ, അല്ലേ? കവിത മേഡം എറണാകുളത്തേക്ക് മാറിപ്പോവുക അല്ലെങ്കിൽ അവര് മാറി എന്തോ ചെയ്തിരിക്കുന്നു. ഇപ്പൊ പുതിയൊരു മേഡം, അവരുടെ പേര് പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. ഇപ്പോഴത്തെ റീജിയണൽ മാനേജർ പാലക്കാടത്തെ. അപ്പൊ ആ റീജിയണൽ മാനേജർക്ക് അഡ്രസ് ചെയ്തിട്ട് കഴിഞ്ഞ കൊല്ലം എനിക്ക് മാതിരി കാര്യങ്ങളുണ്ടായി, ഒരു കൊല്ലമായിട്ട് ഞാൻ കത്തടപാട് കിട്ടി, എനിക്ക് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് PMOന്റെ തൊട്ട് മുകളിലുള്ള റീജിയണൽ മാനേജർക്ക് ഞാൻ ഇപ്രാവശ്യം ഒരു ലെറ്റർ ഇത് വെച്ച് കൊടുത്തു. എനിക്ക് ഞാൻ വിവരാവകാശം തന്നതിന് നിങ്ങൾ IRIന്റെ ഈ റെഗുലേഷനാണ് ഇത് എന്ന് പറഞ്ഞിട്ട് തോന്നിയിരുന്നു. IRIന്റെ സൈറ്റ് ഞാൻ പഠിച്ചപ്പോൾ അത് പാടി പ്രൊക്യൂർമെന്റിന്റെ ഭാഗമേ അല്ല, അത് എനിക്ക് അപ്ലിക്കബിൾ അല്ല, നിങ്ങളുടെ നിയമാവലിയിൽ അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ട് മറുപടി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വരെ ആ മാഡത്തിനെ കാത്ത ഒരു ഓഫീസിലിരുന്നു. കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗിലാണ് പറഞ്ഞു. വൈകുന്നേരത്തെ അവർ വന്നതിന് ശേഷം ഞാൻ ഈ പരാതി കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് പാടി പ്രൊക്യൂർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് കണ്ടപ്പോ ആ മാഡം ഈ പരാതി ഒന്ന് കയ്യിൽ മേടിച്ച് വായിക്കുക എന്താന്ന് ചെയ്യുന്നില്ല. അപ്പൊ അജി സാറായിട്ട് ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ കൊല്ലം അജി സാറ് മില്ലുകാരായിട്ട് ഒത്തുവിളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അപ്പോഴും ഞാൻ അജി സാറായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോ ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ ഈവനിങ് കാണാൻ വേണ്ടി ഇരുന്നപ്പോ ഈ ഇവര് പരാതി ഞാൻ എഴുതി കൊടുത്തപ്പോ ഇവരത് വായിക്കില്ല. ഇവർ പറയാം അത് അജി സാറിനെ ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള എനിക്ക് ഇതേവരെ കാര്യങ്ങളെ അറിയില്ല. എനിക്ക് ഇവിടെ കൃഷ്ണദാസ് എനിക്ക് ഈ ശമ്പളം കൊടുക്കലും മറ്റു അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം പാടി പ്രൊക്യൂർമെന്റിന്റെ കാര്യമായിട്ടുള്ള കാര്യമൊക്കെ അജി സാറിനോട് തന്നെ പറയണം, അയാൾക്ക് കൊടുത്താൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അജി സാറായിട്ടാണ് ഈ ക്ലേഷ് ഉള്ളത്, അജി സാറാണ് ഈ കാര്യം ഹാൻഡിൽ ചെയ്യണത്. അപ്പൊ ഒരു ഓഫീസിൽ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരായിട്ട് ക്ലേഷും അവരായിട്ട് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ അവരുടെ ടേബിളിലോ അവരുടെ ഓഫീസിൽ എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞല്ല അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മള് വോയിസ് റേസ് ചെയ്തിട്ട് സംസാരിക്കുക, അവരോട് തർക്കിക്കുകയല്ല ചെയ്യുക. അതിന്റെ രൂപം എങ്ങനെ വെച്ചാൽ അവരുടെ തൊട്ട് മുകളിലുള്ള മേധാവിയായിട്ടുള്ള റീജിയണൽ മാനേജറായിട്ട് മാഡത്തിന് ഞാൻ തരുന്നു. അത് കൺസേൺഡ് ഓഫീസിലേക്ക് ആർക്കാച്ച് കഴിഞ്ഞാൽ വിവരം എനിക്ക് ലഭ്യമാക്കിയിട്ട് തരിക, അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരണം ചോദിക്കുക, എന്താ ചെയ്യുക, മാഡത്തിന്റെ ഉത്തരവാദിത്തമാണ്. മിനിമം മാഡം ഒരു പരാതി കൊടുന്ന രേഖാമൂലം ഒരു പരാതി കൊടുത്തിട്ട് എനിക്ക് അതിന്റെ അക്നോളജ്മെന്റ് തരണം. അത് മേടിക്കാൻ തയ്യാറാവും. അപ്പൊ ഇത് പേടിക്കാനുള്ള കേസോ RTI മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലാന്ന് ഞാൻ അരമണിക്കൂർ ആ മാഡത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അപ്പൊ ഈ പാടി പ്രൊക്യൂർമെന്റിന്റെ കാര്യം അജി സാറിനെ അറിയാം, അദ്ദേഹത്തിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ പാടി പ്രൊക്യൂർമെന്റ് കാര്യം ഇപ്പൊ ഞാനൊരു ശരാശരി കർഷകനായിട്ടുള്ള ഞാൻ എങ്ങനെ ഈ പാടി പ്രൊക്യൂർമെന്റ് ഭാഗമായിട്ടല്ലാത്ത നിയമം നിങ്ങൾ ഇതിൽ കയറി ഫോർവേഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ എങ്ങനെ പഠിച്ച്, എനിക്കൊരു ആവശ്യം നോക്കി ഞാനത് വായിച്ചു. ജസ്റ്റ് എന്റെ പരാതിയിൽ എന്താണ് കണ്ടന്റ് എന്നൊന്ന് വായിച്ചു നോക്കൂ, എന്താ കാര്യങ്ങളെന്ന് 2-3 ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ പരാതിയുടെ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് 1-2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇന്ന പരാതി PMOനെതിരെയും സപ്ലൈകോനെതിരെയും മില്ലുകാർക്കെതിരെയും മില്ലുകാരും നിങ്ങൾ തമ്മിലുള്ള കരാർ എന്താണ്, അത് ആ കരാർ ലംഘിച്ചു, അതുകൊണ്ട് അവർക്ക് നടപടി എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, അത് ചെയ്തില്ല, എന്ത് വിശദീകരണം അവരോട് ചോദിച്ചു, എന്ത് നടപടി എടുത്തു എന്നുള്ളത് എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ എന്റെ ഈ പരാതിക്ക് നിങ്ങളൊരു റെസിപ്റ്റ് ആക്കിയിട്ട് തരണം. എന്നിട്ടാണ് എനിക്ക് അതിന്റെ 1-2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ വിവരാവകാശം വെക്കാൻ പറ്റില്ല. ഇതാണ് എന്റെ ആവശ്യം. എനിക്ക് ഇനി വീണ്ടും ഞാൻ താഴ്ന്ന് സ്റ്റെപ്പായിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവര് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ആ കൃഷ്ണദാസിനെ മേടിച്ചിട്ട് അക്നോളജ്മെന്റ് കൊടുക്കൂന്ന് പറഞ്ഞു. എന്നിട്ട് ആ അക്നോളജ്മെന്റ് തരുന്ന ആള് എനിക്കൊരു സീലടിച്ച് തന്നു. ആ സീലടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് സീലടിച്ച് ഇന്ന ദിവസമാണ് ഞാൻ പരാതി തന്നത്, നിങ്ങളൊരു റെസിപ്റ്റ് അക്നോളജ്മെന്റ് തരിക വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സീലടിച്ചിട്ട് ഡേറ്റ് എഴുതും. അപ്പൊ ഇത് ഏത് ഡേറ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പരാതി? നെല്ലെടുക്കില്ല എന്നിട്ടുള്ള പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഒരു കുറച്ച് ദിവസമായി. അതിന്റെ അക്നോളജ്മെന്റ് എന്റെ കയ്യിലുണ്ട്, റെസിപ്റ്റ് അല്ലാതെ ഞാൻ സൂക്ഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സീസണിലെ ഈ സീസണിലത്തെ. അപ്പൊ ഇപ്പൊ ഇതിന്റെ ലേറ്റസ്റ്റ് പരാതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ റിസൾട്ട് വന്നു 1.5% ഡിഡക്ഷൻ എഴുതി വിട്ടിട്ടുണ്ട്. ആ 1.5% നമ്മൾ നെല്ലെടുത്തിട്ട് കൊണ്ടോണ്ടേ. അപ്പൊ PMO അജി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ഞാൻ അവരായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ എന്തെങ്കിലും റിസൾട്ട് ആയോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറയണത് നിങ്ങൾ മില്ലുകാരായിട്ട് പിന്നെ സംസാരിച്ചിട്ടില്ല, അപ്പൊ എന്നാ റിഡക്ഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, നിങ്ങൾ എന്താ വെച്ചാൽ അവരായിട്ട് സംസാരിച്ച് തീർപ്പാക്കൂ, ഞാൻ അവരോട് നിങ്ങളെ വിളിക്കാൻ പറയാന്ന് പറഞ്ഞു നിന്ന്.
അപ്പൊ ഇന്നിപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാ ഇനി PMOനെയും വിളിക്കും, ഞാൻ PMOനെയും വിളിക്കില്ല, മില്ലാരെയും വിളിക്കില്ല. ഇന്ന് ഞാൻ നാളെത്തോടു കൂടി ഞാൻ കളക്ടർക്ക് ഒരു പരാതി പ്രിപ്പയർ ചെയ്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഈ സപ്ലൈകോന്റെ നിയമാവലിയിൽ ഇല്ലാത്തൊരു കോളം ഇവര് ചേർത്തിട്ട് ആകെ കോംപ്ലിക്കേഷൻ ആക്കി ഇടയിൽ വരുത്തി. അതിന്റെ നഷ്ടപരിഹാരത്തിന് ഞാൻ ഇവിടേക്കൊക്കെ അയച്ചതാണ്. ആ കളക്ടർക്ക് ഞാൻ ഇവര് നഷ്ടപരിഹാരം മേടിച്ചു തരുന്ന ഈ ഉദ്യോഗസ്ഥനെതിരെ, അയാളുടെ കൃത്യനിർവഹണം ചെയ്യാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അതിന്റെ കോപ്പി സപ്ലൈകോന് അയച്ചു. അതിന്റെ കോപ്പി എനിക്ക് തന്നതാണ്. പക്ഷെ ഒരു കൊല്ലമായിട്ട് ഇതിങ്ങനെ ഇടപാടുകൾ നടക്കുന്നല്ല, യാതൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ വീണ്ടും മറ്റന്നാ ഞാൻ കളക്ടറെ കാണും, ഇങ്ങനെയാണ് കാര്യം. അതായത് താഴത്ത് പരാതി കൊടുത്ത് റെസിപ്റ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒറിജിനലും കൈ പിടിച്ചിട്ട് മേലെ കളക്ടറുടെ ഊഴം കാത്തിട്ട് ഞാൻ ഇരിക്കും. ഇനിയിപ്പോ മറ്റന്നാ അല്ലെങ്കിൽ പിറ്റന്നാ കാണും, അല്ലെങ്കിൽ പിറ്റന്നാ കാണും. കളക്ടറെ കണ്ടിട്ട് ഈ നെല്ല് എടുപ്പിക്കുക മാത്രമല്ല, ഈ കാര്യം അഡ്രസ് ചെയ്യുക. നെല്ല് എടുപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ കാര്യം അഡ്രസ് ചെയ്യേണ്ടത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. നമ്മുടെ അവിടുത്തെ ഏജന്റ് ആരാ? ഏജന്റ് ഒരു കോട്ടായിക്കാരൻ അസിയാണ് ലോക്കൽ ഏജന്റ്. പിന്നെ മജീദ്, കോഴമണ്ണക്കാരൻ മജീദും. മെയിൻ ഏജന്റ് കോഴമണ്ണക്കാരൻ മജീദാണ്. ഈ മജീദിനെ ഞാൻ നേരിട്ട് ഫിസിക്കലി കണ്ടിട്ടില്ല. നെല്ല് ചെക്ക് ചെയ്യാൻ വന്നത് കോട്ടായിക്കാരൻ അസിയാണ്. കുറച്ച് തടിച്ചിട്ട്, ഒരു ഇരുന്നടത്തിൽ കറുത്തിട്ട് കുറച്ച് തടിച്ചിട്ട് അസി കോട്ടായി ഉള്ളതാണ്. ഇവര് ഇന്ന മില്ലിന്റെ ഇല്ലേ, ഇവര് പല മില്ലുകൾക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. നമ്മുടെ ശരിക്കുള്ള അലോട്ട് ചെയ്തിട്ടുള്ള മില്ല് JBS അഗ്രോ പ്രോഡക്റ്റ് എന്നാണ് പേര്. JBS അഗ്രോ പ്രോഡക്റ്റ്. അത് മേരി മാത എന്ന് പറഞ്ഞിട്ടുള്ള മില്ലിന്റെ സിസ്റ്റർ കൺസേൺ ആണ്, അതായത് മകന്റെ കമ്പനിയാണ്. നമുക്ക് രേഖാമൂലം JBS അഗ്രോ പ്രോഡക്റ്റ് ആണ്. മേരി മാത എന്ന് പറഞ്ഞൊരു മില്ലും ഉണ്ട് ഇവിടെ. ഇതേ JBS അഗ്രോ പ്രോഡക്റ്റ് അമ്പലപ്പാറ പഞ്ചായത്തിൽ പഴംകുളം പാടശേഖരം എന്ന് പറഞ്ഞിട്ട് വേറൊരു പാടശേഖരം കൂടി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാടശേഖരത്തിൽ ഇവര് 12% കിഴിവ് ചോദിച്ചു. അവസാനം 8% കിഴിവ് കൊടുക്കാന്ന് പറഞ്ഞു. ആ 8%ത്തിനും പിന്നെ അവർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ പാടശേഖരത്തിൽ മൊത്തം ആൾക്കാർ, സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കൂടി PMOനെ കണ്ടിട്ടും MLAനെ, ഞങ്ങളുടെ പ്രേംകുമാർ MLAനെ പോയി കണ്ടിട്ടും എറണാകുളത്ത് പോയി കണ്ടിട്ടും വിളിച്ചിട്ടൊക്കെ ആയിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് അവർക്ക് മില്ല് മാറ്റി കൊടുത്തു. ആ മില്ല് മാറ്റി കൊടുത്തിട്ട് ഈ JBS 12% 8% റിഡക്ഷൻ ചോദിച്ചോടത്ത് 2% റിഡക്ഷനിൽ അടുത്ത മില്ല് അവരുടെ നെല്ലെടുത്തിട്ട് കൊണ്ടുപോയി. 2% പറയുമ്പോൾ കിൻഡലിന് ഒരു 100 കിലോ 100 കിലോന് 2 കിലോ പെർ കിൻഡലിനാണ് 2 റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്കിനല്ല. ഒരു ചാക്ക് ഇപ്പൊ നമുക്ക് 40 കിലോന് നിറയ്ക്കാം, 50 കിലോന് നിറയ്ക്കാം, 60 കിലോന് നിറയ്ക്കാലോ. കിൻഡലിനാണ് റിഡക്ഷന്റെ കണക്ക് പറയുക. വെറൈറ്റി ഏതാണ്? ഉമിയാണോ? വെറൈറ്റി എന്റെ മട്ട. മട്ട തന്നെയാണ്. മട്ട പൊതുവെ മില്ലുകാർ എടുക്കാൻ താല്പര്യം കാണിക്കുന്നതാണ്. വൈറ്റ് ആകുമ്പോൾ അവർ കുറച്ച് എടുക്കാൻ പിന്നാക്കാണെന്ന് പൊതുവെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ലാസ്റ്റ് മില്ലിന്റെ ഏജന്റ് എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ 68 കിലോ നെല്ല്, അതായത് 100 കിലോ നെല്ല് എടുത്തു കഴിഞ്ഞാൽ 68 കിലോ അരി ആക്കി കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട് അത്ര അവർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ നെല്ല് മോശമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ചുരുങ്ങിയത് 2% റിഡക്ഷൻ എടുത്തേ കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതൊന്നും രേഖാമൂലം പറയാനും തരാനും അവർ തയ്യാറില്ല. ഇത് വാക്കാല് പറഞ്ഞതാണ്. എല്ലാ പാടശേഖരത്തും അതേപോലെ തന്നെയാണോ പിടിക്കണ്ട? ഒരുവിധമൊക്കെ ചില സർക്കാർ ഇപ്രാവശ്യം ഒരുവിധമൊക്കെ 2% പിടിക്കുന്നുണ്ട്, ചിലയിടത്ത് കൂടുതലും ഉണ്ടെന്നാ പറയുന്നത് കേൾക്കണം. ഉണക്കം ഉണ്ടെങ്കിലും പിടിക്കും, അല്ലെങ്കിലും പിടിക്കും. അതെ, അതിനെ ഞാൻ ചാലഞ്ച് ചെയ്യണത്. കുഴപ്പമില്ലാത്ത നെല്ലിന് കിഴിവ് എന്ന് ചോദിക്കാൻ സമ്മതിക്കില്ല. അതൊരു പ്രാക്ടീസ് ആക്കാൻ, ഇതൊരു സ്ഥിരം പരിപാടിയാക്കാൻ സമ്മതിക്കില്ല എന്നാണ് എന്റെ വാദം. ഈ സപ്ലൈകോയിൽ നമ്മൾ നെല്ല് രജിസ്റ്റർ ചെയ്ത കർഷകന് ഒരു റൈറ്റ് ഉണ്ട്. ആ കർഷകന്റെ നിയമാവലി നമ്മൾ ആ സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ താഴെ തന്നെ അതിന്റെ നിയമാവലി ഉണ്ട്. ഇന്ന നിബന്ധന പാലിക്കണ നെല്ലാണ് നിങ്ങളുടെ ഉള്ളൂ എന്നുള്ളത്. ആ നിബന്ധന പാലിക്കണ നെല്ലാണെങ്കിൽ കിഴിവ് കൂടാതെ കയറ്റണം. ആ നിബന്ധനകൾ പെടാത്ത നെല്ലിനെയാണ് നമുക്ക് കിഴിവ് ആവശ്യപ്പെടാൻ പാടുള്ളൂ. അപ്പൊ ഇവര് മാനുവലായിട്ട് നമ്മളുടെ നെല്ല് ചെക്ക് ചെയ്താൽ നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്താൽ പറ്റില്ല. നിങ്ങൾ രേഖാമൂലം ശാസ്ത്രീയമായ പരിശോധന നടത്തണമെന്നാണ് നമ്മുടെ വാദം. കഴിഞ്ഞുള്ള ഇപ്രാവശ്യം നമ്മൾ അതാണ് പറയുന്നത്. ഇവര് ഈ കൈകൊണ്ട് ഇട്ടിട്ട് അവർക്ക് തോന്നിയമാതിരി കിഴിച്ചെന്ന് പറയുന്ന സംഭവം നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാദം. പിന്നെ ഇനിയിപ്പോ അടുത്ത പോയിന്റ് നമ്മൾ വെക്കാൻ പോകണമെന്ന് വെച്ചാൽ, സപ്ലൈകോയിൽ ഇവര് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 2-3-4 കുട്ടികൾ, അതായത് ട്രെയിനിങ് ആൾക്കാരോ അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ കൈകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. ആ ചെക്ക് ചെയ്തിട്ട് ഇവര് തരുന്ന റിസൾട്ട്, ഇപ്പൊ എന്റെ കൃഷ്ണദാസന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാലഞ്ച് ചെയ്ത് ഞാൻ പരാതിപ്പെട്ടു, അവര് നോട്ടപ്പുള്ളിയാണ്. ഈ കൊല്ലം ഞാൻ പരാതിപ്പെട്ടു, ഇവരുടെ 1.5% ഇന്ത്യയിൽ ചണ്ടുണ്ട് എന്നുള്ളത് ഇവര് എഴുതി ചേർത്തതല്ല എന്നുള്ളത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുമല്ല എന്തെങ്കിലും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കണ്ടേ നമുക്ക്?
പിന്നെ ഇവരിപ്പോ ഈ മോയ്സ്ചർ ചെക്ക് ചെയ്യുന്ന ഒരു സാധനം, ആ. ഇവര് നമ്മളോട് നിയമം പറയുന്നുണ്ട്, നിയമത്തിൽ നിങ്ങൾ റിഡക്ഷൻ കണ്ടാൽ നിങ്ങൾ റിഡക്ഷൻ കൊടുക്കേണ്ടി വരുന്നത്. ഈ മോയ്സ്ചർ ചെക്ക് ചെയ്യുന്ന സാധനം, ആ മോയ്സ്ചർ മീറ്റർ കൊല്ലങ്ങളിൽ ഇവര് എന്താ ഈ ഇത് അപ് ടു ഡേറ്റ് ചെയ്തതാണോ എന്ന് നമുക്ക് അറിയണ്ടേ, ആ, അതെ അതെ. മോയ്സ്ചർ ചെക്ക് ചെയ്യുന്നത്. ആ. ഇപ്പൊ ഈ നെല്ല് നമ്മൾ 1000 ഗ്രെയിൻസിന് ഇത്ര തൂക്കം എന്ന് പറഞ്ഞാൽ ആ തൂക്കം നോക്കണത് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ കൊല്ലം അവര് സീൽ ചെയ്തിട്ടുണ്ടോ, അത് അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് ഇവര് നമ്മളോട് നിയമം പറഞ്ഞാൽ നമ്മൾക്കും അങ്ങനെയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് തർക്കമായിട്ട് കാര്യമില്ല, എല്ലാം നിയമപ്രകാരം തന്നെ പോട്ടെ. അതെ അതെ. അതുപോലെ മില്ലുകാർ നമ്മുടെ നെല്ല് ചെക്ക് ചെയ്യാൻ വരുന്ന സാധനം ഇപ്പൊ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് സപ്ലൈകോന്റെ ഒരു ലോറി വരികയാണ്, അതിന്റെ ഒരു ഡ്രൈവർക്ക് സപ്ലൈകോന്റെ നിയമമല്ല, കൃഷിക്കാരന്റെ നിയമമല്ല. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ലൈസൻസ് വേണം, ആ വണ്ടിക്ക് രജിസ്ട്രേഷൻ വേണം, അതിന്റെ പൊല്യൂഷൻ അടച്ചിരിക്കണം. അത് ഒരു ഇതിന്റെ ഒരു നിയമമാണ്, അതായത് എന്താ വെഹിക്കിളിന്റെ നിയമല്ലേ. അതെ. അതുപോലെ ഒരു സാധനം അളവ് തൂക്കം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നെല്ല് ഇവര് തൂക്കം എടുക്കുമ്പോൾ ആ തൂക്കം എടുക്കുന്ന സ്ഥാപനം കൊല്ലം ലീഗൽ മെട്രോളജി വകുപ്പിന്റെ തൂക്കം സീലടിച്ചിട്ടുള്ള സർട്ടിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നെല്ല് തൂക്കം എടുക്കേണ്ടത് അവര്. അത് സപ്ലൈകോന് നിയമമല്ല, കർഷകന് നിയമമല്ല, അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമം, അത് സപ്ലൈകോ പാലിക്കണം. അപ്പൊ ഇത്തരം നിയമങ്ങൾ നിങ്ങൾ ശാസ്ത്രീയമായി പരിശോധന നടത്തിയിട്ട് കിഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചാക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അവര്. നിയമപ്രകാരം മില്ലുകാര് ചാക്ക് നമുക്ക് തരണം. 40 കിലോ മുതൽ 45 കിലോ വരെയാണ് ഒരു ചാക്കിൽ നിറയ്ക്കാൻ പാടുള്ളൂ എന്ന് അവർ വെക്കുന്നുണ്ട്. അതിലും കൂടുതലാകുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സാധനം നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യാകുമ്പോൾ നമുക്ക് അവർ ചാക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്രാവശ്യം നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഈ സീസൺ ആയിട്ട് കഴിഞ്ഞ് എങ്ങനെയും നമ്മുടെ നെല്ല് കയറി പോയാലും അടുത്ത കൊല്ലം ആൾക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇതൊക്കെ ഒരു എങ്ങനെയും സിസ്റ്റമാറ്റിക് ആക്കാനുള്ള നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ നമുക്ക് ചെയ്യണം. അതായത് എഴുത്തുകൂട്ടായാലും ശരി, കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ശരി, കോടതിയിൽ പോയിട്ടായാലും ശരി, നമ്മുടെ സംഘടനാ തലത്തിൽ ബന്ധപ്പെട്ടിട്ടായാലും ശരി, എങ്ങനെയായാലും ശരി, ഇതിനൊരു വ്യവസ്ഥാപിത മാർഗം ഉണ്ടാവണ്ടേ. അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കിടന്നിട്ട് ഈ വാക്ക് തർക്കവും തമ്മിൽ ഓരോ പ്രാവശ്യം കൊണ്ടുപോയി ഇവര് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോ എല്ലാവരോടും ഇങ്ങനെ മറ്റേ 17% താഴെയുള്ള ആൾക്കാരെ കൊണ്ട് പിടിക്കണം എന്ന് പറയാണ്, അല്ലെങ്കിൽ ചണ്ടാണ് പറയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറയാണ്, അല്ലെങ്കിൽ പൊട്ടാണ് പറയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിടിക്കുകയാണ്. അതെ. പക്ഷെ എല്ലാവരും കൃഷിക്കാരൊക്കെ വഴങ്ങി കൊടുക്കണ്ടില്ലേ? അതെ, വഴങ്ങി കൊടുക്കല്ലാതെ വേറെ നൂറ്റില്ല. ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണേ. ഇപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി പോന്നിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ജോലിയോ വേറെ ഒന്നുമില്ല, എനിക്ക് സമയമുണ്ട്. ഞാനൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചാലഞ്ച് ചെയ്ത് നമ്മളിങ്ങനെ നടക്കും. നമുക്ക് കുറേയൊക്കെ നിയമം നമ്മൾ പഠിക്കും, കുറേ നിയമം നോക്കും, നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ മൊബൈലിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് വലിയ പൈസ ഒന്നും ചിലവാകാതെ ലെറ്റർ DTP എടുത്തിട്ട് നമ്മൾ അതിന്റെ മെയിലിലേക്ക് കയറ്റും. ഒരു 1-2 പ്രിന്റ് എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ മെയിലിൽ കയറ്റിയിട്ട് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ CM-നും സപ്ലൈകോ ഓഫീസർക്കും കൃഷി മന്ത്രിക്കും സപ്ലൈകോ ചെയർമാനും CMD-ക്കും മാനേജിംഗ് ഡയറക്ടർക്കും അതുമാതിരി മറ്റേ കൃഷി വകുപ്പിനും നമ്മുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ അവർക്ക് നമ്മുടെ കൃഷി ഓഫീസർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ട് നമ്മൾ മെയിലിൽ നിന്ന് ഇങ്ങനെ ഫോർവേഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇത് ഫോളോ അപ്പ് ചെയ്യാനും അവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ നടത്തിട്ടെന്ന് അറിയാനും ഇത് പേപ്പറിൽ ആർക്ക് സാധിക്കും? ഇതിനൊക്കെ ഏത് കൃഷിക്കാർക്ക് അറിയും, ഏത് കൃഷിക്കാർക്ക് സാധിക്കും? കൃഷിക്കാർക്ക് എല്ലാം ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. അറിയില്ല. ഇതാണ് സംഭവം. ജഗന്നാഥ് സാറിനെ കൊണ്ടും ഇത് പറഞ്ഞോ? ആരോടാ? ജഗന്നാഥ് സാറ് അവിടുത്തെ വേറൊരു PMO അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ചാർജുള്ള ഉത്തരവാദിത്തമുള്ള PMO അജി ആയതുകൊണ്ട് നമ്മൾ ജഗന്നാഥ് സാറിനോട് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും സൂചിപ്പിച്ചു. അദ്ദേഹം സീനിയർ PMO ആണോ? അല്ല, തൊട്ടടുത്തുള്ള ആളാണ്. അവരോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാണ്. ഇല്ല, അവരോട് പറഞ്ഞിട്ട് അവരുടെ അവയർനെസ്സിലില്ല ഈ കാര്യം. എന്താ വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ഓരോരോ ഭാഗം ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാർജ് അജിക്കാണ്. അപ്പൊ ഈ അജിയുടെ തൊട്ട് മുകളിലുള്ള റീജിയണൽ മാനേജർക്ക് തന്നെ ഞാനൊരു കത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ അജിയാണ് ഹാൻഡിൽ ചെയ്യുന്ന, അയാൾക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് ശമ്പളം കൊടുക്കൽ മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് റീജിയണൽ മാനേജർ വരെ പറയുമ്പോ ഞാൻ അജിക്കെതിരെ ഞാൻ കത്ത് കൊടുത്തപ്പോ ഇവിടുന്ന് എറണാകുളത്തെ MD വരെ, അന്ന് കവിത മേഡോ വേറെ ആരാണെന്ന് MD തോന്നിക്ക്, വേറൊരു പേരുണ്ട്, അവര് വരെ പറഞ്ഞു ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവരോട് അപ്പൊ ഇതേ വാദം പറഞ്ഞു. നമ്മളൊരു ഓഫീസറുടെ മുമ്പിൽ പ്രശ്നം ഉണ്ടായി അവരെ പറ്റിയിട്ടുള്ള പരാതി നമ്മൾ അവിടുന്ന് മുകളിലേക്കല്ല അയക്കുക.
നിങ്ങളത് അവർക്ക് അയച്ചു എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഈ സപ്ലൈകോന്റെ റീജിയണൽ മാനേജർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉയർന്ന തസ്തികയായിരിക്കും, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, എന്തെങ്കിലും വിശദീകരണം ചോദിക്കുക, നമ്മളിന്ന് സമാധാനിപ്പിക്കുക, പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, എന്തെങ്കിലും അവർക്ക് അറിയായിരിക്കുന്നത്. ഒരു പരാതി കൊടുത്തത് അവർ കയ്യിൽ മേടിക്കാൻ അവർ തയ്യാറാവില്ല, അത് അവർക്ക് അറിയില്ല. ഒരു കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ പരാതി രേഖാമൂലം മേടിച്ച് റെസിപ്റ്റ് ആക്കി കൊടുക്കണമെന്നും അത് ആർക്കാ ബന്ധപ്പെട്ടത് അയക്കുക, വേണ്ടത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, അല്ലെങ്കിൽ എന്താ അതുപോലും അവർക്ക് അറിയില്ല. ഒരു ജനറൽ മാനേജർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ സപ്ലൈകോനെ നമ്പിയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യും? CMD ഒന്നും നമ്മൾ ഒരിക്കലും ഫോൺ എടുത്താൽ മിനിസ്റ്റർ ഒന്നും ഫോൺ എടുക്കില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ കളക്ടറേറ്റിലേക്ക് നമ്മളൊരു പരാതി അയച്ചാലും, നമ്മൾ വെറുതെ ഒരു ഇമെയിലൊക്കെ ഞാൻ കളക്ടറേറ്റിലേക്ക് ഇപ്പൊ അവസാനം അയച്ചാലും, ഒരു കളക്ടറേറ്റിലേക്ക് നമ്മൾ എത്ര പ്രധാനപ്പെട്ട കാര്യമായാലും ഒരു കളക്ടറേറ്റിലേക്ക് മെയിൻ അയച്ചാൽ കലക്ടറും കാണില്ല, അത് ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കളക്ടർ തൊട്ടുള്ള ആളും കാണില്ല, സൂപ്രണ്ടും കാണില്ല, JS ജൂനിയർ സൂപ്രണ്ടും കാണില്ല. അതിന്റെയും താഴെ സെക്ഷൻ ക്ലർക്കാണ് നമ്മളൊരു പരാതി കളക്ടർക്ക് അറ്റൻഷൻ ചെയ്തിട്ട് അയച്ചാൽ അവരൊക്കെ എത്തുള്ളൂ. ആ എത്തിയിട്ട് നമുക്ക് റിപ്ലൈ ഒന്നും ഇല്ല, കുറെ കാലമായിട്ട് മറുപടി ഒന്നും ഇല്ലെങ്കിൽ വിവരാവകാശം വെച്ച് ചോദിച്ചാൽ മാത്രമേ അവർ അതെന്തെങ്കിലും അനക്ക് ചെയ്തു, അല്ലെങ്കിൽ അത് അവർ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം. ഇതാണ് ആൾക്കാർ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഒന്നും കേസ് കൊടുക്കാനോ ഇതുപോലത്തെ നിയമ നടപടിക്ക് നിൽക്കാനോ നിൽക്കാത്തതേ. നമ്മുടെ പാടശേഖര സെക്രട്ടറിമാരൊക്കെ എന്ത് പറയണു? നമ്മുടെ പാടശേഖരത്തിന്റെ നമ്മുടെ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ ആൾക്കാരുടെ 10-25 ആൾക്കാരുടെ കൃഷി എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്ക് 10-30 ടണ്ണ് നെല്ലുണ്ട്. അത് പാടത്തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ആ പാടത്തിട്ടത് ആദ്യത്തെ ഒരു ചെറിയൊരു മഴച്ചാറിലുണ്ട് വന്നപ്പോ അത് ചെറുതായിട്ട് ചെറിയൊരു ശീതം തട്ടി, നനയാന്ന് പറയും. ആ ശീതം തട്ടിയതിന്റെ ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഓടി കൂടിയിട്ട് അതൊക്കെ മൂടിയിട്ട്, കുറെ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ ആളുടെ, അതൊക്കെ മൂടിയിട്ടു. അപ്പൊ അന്ന് ചെറിയൊരു നെല്ലിന്റെ ഒരു റിമാർക്ക് പറ്റി. പിന്നെ ഇത് തുറന്നിടാച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ചനക്കുത്തൂർപ്പൂരം ദിവസം ഒക്കെ 2-3 ദിവസം ത്രൂ ഔട്ട് മഴച്ചാറിൽ വന്നു. അപ്പൊ ഇത് തുറന്നിട്ടിട്ട് ആ ചെറിയൊരു നനവ് പറ്റിയത് തുറന്നിട്ട് ആർപ്പായം തുറന്നിട്ട് ഉണക്കാനും പറ്റിയില്ല. പിന്നെ അങ്ങനെ മൂടിയിട്ടു. ഈ മില്ലുകാര് ചെക്കിങ്ങിന് വന്നപ്പോ അവരുമായിട്ട് എന്തെങ്കിലും റിഡക്ഷൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിൽ അയാളുടെ കയറ്റി വിട്ടു. അപ്പൊ മറ്റുള്ളവരുടെ അങ്ങനത്തെ നെല്ലാന്ന് വാദം പറയും, ഒന്നും അവർക്ക് പറ്റില്ല. അവരുടെ നെല്ല് ലേശം മോശമായതുകൊണ്ടും ഫുള്ളായിട്ട് വീശിയിട്ടോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ അയാളാണ്ട് കയറ്റി വിട്ടു. അയാൾ എത്ര കിലോ കഴിച്ചു? അത് എത്ര കിലോ കഴിച്ചു എന്ന് ആർക്കും അറിയില്ലല്ലോ. അതിപ്പോ നമ്മളോട് പറയുന്നില്ലല്ലോ. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കർഷകരനെ കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണദാസ് കേസ് കൊടുത്ത് വിജയിച്ചു. നമ്മുടെ പാടശേഖരത്തിൽ എല്ലാവരുടെയും നെല്ല് 4 കിലോ കീഴിൽ കൊണ്ടുപോയി. കൃഷ്ണദാസ് മാത്രം നിന്ന് നിയമ നടപടികളൊക്കെ ചെയ്ത് 2 മാസം ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്ത് കളക്ടറേറ്റൊക്കെ പോയിട്ട് കിഴിവ് കൂടാതെ കയറ്റി വിട്ടു. അപ്പൊ ഈ കിഴിവ് എന്ന് പറഞ്ഞ സംഗതി അന്യായമാണ്, ഇപ്രാവശ്യം നമുക്ക് നിൽക്കണം, ഇപ്രാവശ്യം നമ്മളും കൊടുക്കില്ല എന്നൊക്കെ മുന്നേ ആൾക്കാർ തമ്മിൽ പറഞ്ഞിരുന്നു. പക്ഷെ മില്ലുകാരിങ്ങോട്ട് വന്നപ്പോ ഈ എന്താ രാജാവിനെ കണ്ട കവാത്ത് മറന്നു എന്തോന്ന് പറയില്ല, അതുപോലെ മില്ലുകാരിങ്ങോട്ട് വന്ന് കിഴിവ് ചോദിച്ചു വിടുമ്പോ 2% ഉള്ളൂ നമ്മുടെ പോട്ടെ വെച്ചിട്ട് ആരും എന്നോടൊന്നും മുണ്ടാതെ എല്ലാവരും മില്ല് മുണ്ടാതെ കയറ്റി. അപ്പൊ ഞാനും വിചാരിച്ചു എല്ലാവരും ഇപ്രാവശ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കില്ല, ആരും സമ്മതിക്കില്ല വെച്ചിട്ട് ഞാനും കാര്യമായിട്ട് ചാലഞ്ച് ചെയ്തു. പക്ഷെ എല്ലാവരും മുണ്ടാതിരുന്നിരിക്കണു ഈ പാടശേഖരത്തിന്റെ. അപ്പൊ അത് അങ്ങനെ മറ്റുള്ള ആൾക്കാരെ നമ്മൾ നമ്പിയിട്ടോ അല്ലെങ്കിൽ അവരെ കൂട്ടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവർ നെല്ല് ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചെന്ന് അവരെ വൃത്തിയിലാണ് അവർ വീശിണ്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് ന്യായമല്ലാതെ നമ്മൾ സപ്ലൈകോനോട് അതിൽ ശരി ഒരാളുടെ ബാധിക്കാൻ പോകരുത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നമ്മൾ ന്യായമായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെല്ല് കയറ്റാൻ എലിജിബിലിറ്റി ഉള്ളതാണ്, കിഴിവ് കൊടുക്കാതെ കയറ്റിക്കൊണ്ടുപോകാനുള്ള യോഗ്യ നെല്ല് ഉറപ്പുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു വെച്ചുകൊണ്ടാണ് നമ്മളെ ചാലഞ്ച് ചെയ്യുന്നത്. പക്ഷെ അവന്റെ നെല്ല് കിഴിവ് ചോദിക്കാൻ പാടില്ല, ഇവന്റെ നെല്ല് കിഴിവ് ചോദിക്കാൻ പാടില്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ചിലവർ വീശാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറെ മണ്ണലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചാക്കിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നവരുണ്ട്. ചിലവര് നമ്മൾ കൂലി ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് മെഷീനൊക്കെ വിളിച്ചിട്ടാണ് നമ്മളിത് വീശലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ സെറ്റപ്പ് ഉണ്ടാവും. ചിലവർ 1-2 നിങ്ങള് വിന്നോറിൽ കാറ്റിട്ടുണ്ടോ അതോ സാധാരണ? നമ്മളാ ഹൈഡ്രോളിക് മെഷീനില്ലേ, ആ നെല്ലിൽ പമ്പിൽ വലിച്ചു കയറ്റണത്. അതെ അതെ അതെ. അതിൽ വലിച്ചു കയറ്റിട്ട് ചാക്കിന് 40 റുപ്യ അവർക്ക് ചാക്കാക്കി തരാം, മൂട്ടാൻ 50 റുപ്യ. അതിലാണ് നമ്മൾ ചെയ്തതേ. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ചെയ്തതേ. നമ്മള് ചാക്കിന്ന് മറ്റേ സ്റ്റിപ്പ് ചെയ്തെടുത്ത് ചാക്കിൽ നിറയ്ക്കുന്നതിന് 50 രൂപ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പുലി കൂട്ടിയിട്ടാൽ അതിന്ന് ഈ വെള്ളം പുട്ടുവാളുവിൽ വലിക്കണ പോലെ ഒരു സ്പ്രിങ് ഇങ്ങനെ ഉണക്കി റെഡിയാക്കി വെക്കും. അത് 16% മോയ്സ്ചറുണ്ട്. 15% മോയ്സ്ചർ ഉള്ളൂ. 15-ലാണ് ഈ പറയുന്നത്. 17% വരെ നമുക്ക് അലൗഡാണ്.
അതെ 15% നമ്മുടെ മോയ്സ്ചറുള്ളൂ. അത് ടെസ്റ്റ് ചെയ്ത് മോയ്സ്ചർ നോക്കിയാ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്നതിന്റെ കോപ്പി ഉണ്ട്. അതിൽ 15% മോയ്സ്ചറുള്ളൂ. മോയ്സ്ചറിനല്ല കിഴിവ്, പതിര് 1.5% പതിര്. അപ്പൊ ഈ വിനോദ കാറ്റത്തിട്ട് എങ്ങനെയാ പതിര് വരുന്നത്? അല്ല, അതന്നെ ഇപ്പൊ എനിക്ക് സംശയം നിന്നെ പൂട്ടാൻ വേണ്ടി അവര് ചെയ്തിറക്കാണെന്ന് ഞാൻ പറയണതേ. മനസ്സിലായോ? ഇതിപ്പോ എന്ത് ചെയ്യും നമ്മള്? ഈ വാദങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കേണ്ടത്. അതിനാണ് ഇപ്പൊ ഞാൻ നാളെ ആരെങ്കിലും PMI ഒന്ന് കാണുക, ആ വരാം, നേരിട്ട് നമുക്ക് പാലക്കാട് പോവാം, ഞങ്ങളവിടെ എത്താം. ആരൊക്കെയാ വരിക? ഞാൻ എവിടേക്കാ വരേണ്ടത് പറഞ്ഞോളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടേക്കാ വരേണ്ടത്? എത്ര മണിക്ക് എത്തും? ഞാൻ ഇനി ഏത് സമയം എവിടെ വേണമെങ്കിൽ എത്തും. എന്തായാലും ഒരു 11 മണിക്ക് പാലക്കാട് വെച്ച് കാണാം. പാലക്കാട് ഏത് ഒരു പോയിന്റ് പറഞ്ഞോളൂ, ലാൻഡ്മാർക്ക് പറഞ്ഞോളൂ. സപ്ലൈകോന്റെ ഫ്രണ്ടില്. സപ്ലൈകോന്റെ ഫ്രണ്ടില് 11 മണിക്ക്. അതെ, ഞാൻ എത്തിയിരിക്കും. ഓക്കെ, നമുക്ക് നേരിട്ട് അവിടെ സംസാരിക്കാം. സംസാരിക്കാം. ഞാൻ എന്റെ കയ്യിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അതെ, നേരിട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ശരി, ആയിക്കോട്ടെ. അത് മാത്രല്ല, നമുക്ക് ഇത് മാത്രല്ല, ഇതിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും കളക്ടറെ കണ്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു യൂണിറ്റ് സംഘടനയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെടും, പരസ്പരം ബന്ധപ്പെടും ചെയ്യാലോ. അതും ചെയ്യാലോ. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടത്. അതേപോലെ എല്ലാ കൃഷിക്കാരും ചെയ്യുന്നില്ല. പലവരും എത്ര വേണമെങ്കിലും പിടിച്ചോളൂ പറഞ്ഞിട്ട് വിട്ടാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അതിന് നമ്മളെ ആരും നമ്മൾ നമ്മുടെ കർഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ദയനീയ സ്ഥിതിയിലാണുള്ളത്. യെസ്, ഓരോരുത്തരുടെ എങ്ങനെയെങ്കിലും പോയി പൈസ കിട്ടിയാൽ മതി പറഞ്ഞിരിക്കുന്ന ആളുകളാ. എനിക്ക് എന്റെ തറവാടിന്റെ നടുമുറ്റത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഏറ്റവും പണ്ട് കാലത്തുള്ള ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഇതേ കാര്യം നെക്സ്റ്റ് ഇയറും വന്നു വെച്ചാൽ ഞാൻ അത് ഇവരെ വിട്ടുപിടിക്കില്ല വെച്ചിട്ട് ഞാൻ ആ പഴയ പൊട്ടിപ്പൊഴിഞ്ഞ മോയ്സ്ചർ ഊത്താലൊക്കെ വരുന്ന ഷീറ്റ് മാറ്റിയിട്ട് ഇപ്രാവശ്യം പുതിയ ഷീറ്റ് ഇട്ട് വെച്ചു. അപ്പൊ നമുക്ക് കുറച്ചു കാലം, അതായത് ഇപ്രാവശ്യം ഉണക്കം കൂടുതലും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഇവരുടെ അടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നഷ്ടം, നമ്മളൊരു സമരത്തിന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വരും. ഒരു കാര്യം അഡ്രസ് ചെയ്യണമെങ്കിലേ അത് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും വിജയിച്ചാലേ മറ്റു കർഷകർ, നമ്മൾ മറ്റവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചിലവർക്ക് വീടിന്റെ അടുത്തിന്നേല് ചിലവര് പാടത്ത് ടാർപ്പായ മൂടിയിട്ടിട്ട് അവിടെ പെരിച്ചായി തിന്നും, മയില് കൊത്തും, പന്നി കൊത്തും. പല ആൾക്കാർക്കും പിന്നെ ചിലവർക്കൊന്നും നമ്മുടെ പൈസ റോൾ ചെയ്യാൻ ഉണ്ടാവില്ല, കടം മേടിച്ചിട്ടാവും, പലിശയ്ക്ക് മേടിച്ചിട്ടാവും. ഇപ്പൊ വിതയ്ക്കാൻ വിത്ത് മേടിക്കണമെങ്കിലും പൂട്ടിയ ട്രാക്ടറിന് പൈസ കൊടുക്കണമെങ്കിലും ആൾക്കാർക്ക് ഇതിന്റെ പൈസ കിട്ടിയിട്ട് വേണം. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളാണ് ഇവരെടുക്കുന്നത്. PM ഒന്നിനോട് സംസാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണദാസിന് ഇത് പറ്റിയതല്ല, ഇപ്രാവശ്യം അങ്ങനെ പറ്റി. പാടശേഖരത്തിന്റെ മൊത്തം ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഒരാളുടെ 3000 കിലോ നെല്ലെടുക്കാനായിട്ട് ഞാൻ അവര് വരും, ഇനി മില്ല് ഞാൻ മാറ്റി തിന്നാലും അതിന് വരുമെന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു. വേറൊരാൾക്കാർ നിന്നില്ലാന്നോ കുറെ നെല്ലില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ നെല്ലിന്റെ കാര്യത്തിന് എനിക്ക് ചാലഞ്ച് ചെയ്യാൻ നമുക്ക് സപ്ലൈകോന് നിലവില് ഇവര് മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും റിഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ശാസ്ത്രീയമായ ഗുണപരിശോധന എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതിന് നമുക്കൊരു പീരീഡ് ഉണ്ട്. ആ പ്രോസസ്സ് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതിന്റെ റിസൾട്ട് വന്നാലും പറ്റുള്ളത്, അതുകൊണ്ട് അവിടെ പോയി ഇവിടെ പോയി പറ്റില്ല എന്ന് നമുക്ക് പറയാം. ഞാൻ ഇത്ര കാര്യം നമ്മൾ ന്യായമായിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. നമ്മൾക്ക് ഒരാളോട് യാചിക്കേണ്ട കാര്യം, ഒരാളുടെ PMOനോട് ആരുടെയും യാചിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരെ പോ നമ്മൾ സ്റ്റേറ്റ് ഫോർവേഡാണ് എല്ലാ കാര്യത്തിലും. അല്ല, നമ്മൾ കൃത്യമായിട്ട് ഉണക്കി കാറ്റത്തിട്ട് വൃത്തിയാക്കി 15% എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും അവര് പിടിക്കണം എന്ന് പറയുന്നത് നമ്മൾ ചൂഷണം ചെയ്യല്ലേ? അതിനെ അനുവദിച്ചു കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കർഷകർ പാടില്ല. അന്യായം നമ്മൾ സമ്മതിക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല എന്നാ പറയണത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പറ്റി, ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ ആയിന്ന് വരും. അടുത്ത പ്രാവശ്യം ഞാൻ ചാലഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സീസണിൽ ഇവർ എത്രത്തോളം കിഴിവ് പറയും? ഇപ്പൊ ഞങ്ങള് വിതയ്ക്കുന്നില്ലേ, 2 വെള്ളം എടുത്തായിരുന്നു, ഇപ്പൊ വിതയ്ക്കുന്നില്ല. കാരണം മഴക്കാലത്ത് കൊയ്തതിന് ഇപ്പൊ 50% റിഡക്ഷൻ എന്ന് പറയുമല്ലോ. നമ്മൾ കൊയ്യുന്നതിന്റെ 2-2.5 മാസം വരെ മഴ പെയ്തിട്ടില്ല. ഞങ്ങളുടെ കണ്ടങ്ങൾ കട്ട വേണ്ടിട്ട് ടയർ വണ്ടി കൊണ്ടാ കൊയ്ത്. ഉണക്കം കൂടുതലായിട്ട് നല്ലൊരു ശതമാനം അരി ഉണ്ടായിരുന്നു മെഷീൻ കൊണ്ട് കൊയ്യുമ്പോൾ. ആ നെല്ലിന് ഇവര് കഴിഞ്ഞ കൊല്ലം മോയ്സ്ചർ എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം മോയ്സ്ചർ അല്ല, ഇവര് വേറൊരു പോയിന്റാ പിടിച്ചത്. അരി ഉണ്ടെന്ന്, നെല്ലില് ഉണക്കം കൂടിയിട്ട് അരി ഉണ്ട്, അതുകൊണ്ട് 2% കിഴിവ് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ PMOന്റെ വെച്ച വാദം, അരി എന്നുള്ളൊരു വാദം നമ്മുടെ സപ്ലൈകോന്റെ നിയമാവലിയിലില്ല. അരിക്ക് കിഴിവ് എന്ന് പറഞ്ഞിട്ട് നെല്ല് ഉണക്കം കൂടുന്നതിന് മെഷീനിൽ കൊയ്യുമ്പോൾ ചെറിയൊരു ശതമാനം പൊട്ട് വരുന്നതിന് ഉള്ള കിഴിവ് എന്നൊരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാ പരിശോധനയ്ക്ക് അയക്കും, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവർ തന്നെ വന്നിട്ട് സാമ്പിൾ എടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചിട്ട് റിസൾട്ട് ഇന്നെ പൂട്ടാനാണ് ഇപ്പൊ 1.5% വിധി വിട്ടിറക്കുന്നത്. എല്ലാം നമ്മളെ പറ്റിക്കാന്ന് ശരിക്കും പറഞ്ഞ. അതെ, അതിന് നമ്മള്
കൃത്യമായിട്ട് പ്രതികരിക്കണം. എല്ലാവർക്കും അതെ കഴിയില്ല. ഇല്ല പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ പിടിച്ചു നിൽക്കുക തന്നെ വേണം. പിടിച്ചു നിൽക്കുക തന്നെ വേണം. അപ്പോ നിങ്ങൾക്ക് ഇത്രയും അറിവുള്ള ആൾക്കാർക്കാ ഈ ഗതി. അല്ലാത്ത ആൾക്കാരുടെ അതെ അവസ്ഥ എന്താ? അവര് വിട്ടുഷ വരപ്പിക്കവര്. ഞാൻ ഈ പോയിന്റും പറഞ്ഞു. ഈ ഒറിജിനൽ മാനേജർക്ക് കത്ത് കൊടുത്തതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു മില്ല് മാറ്റി ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ആദ്യത്തെ കഴിഞ്ഞ കൊല്ലം എന്റെ മോഡേൺ മില്ലായിട്ട് ഡിസ്പ്യൂട്ട് ആയപ്പോ എനിക്ക് മില്ല് മാറ്റി തരാൻ ഞാൻ PMOനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മില്ല് മാറ്റി തരാനുള്ള മാനുവൽ ഇല്ല എന്ന് പറഞ്ഞു. ആ സാധനം ഇതേ കാര്യം ഞാൻ കളക്ടറേറ്റ് പോയിട്ട് കളക്ടർ പറഞ്ഞപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മില്ല് മാറ്റി തന്നു. അപ്പൊ മില്ല് മാറ്റി തരാനുള്ള പ്രൊവിഷൻ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ സാധാരണ ഞാനും ഒരു ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ കുറച്ചു കാലം ജോലി ചെയ്ത് നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു കാലം ജോലി ചെയ്യുമ്പോൾ പരമാവധി കസ്റ്റമർമാരെ നമ്മുടെ ആൾക്കാർ വരുന്നിടത്ത് പരമാവധി നമ്മൾ അവരെ സഹായിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അവര് സീറ്റിലിരുന്നിട്ട് ഒരു 2% കിഴിവ് ചോദിച്ചാൽ മില്ലാറുണ്ട് പോറോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഒരു 2% നിങ്ങൾ 1% ആക്കി കയറ്റി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട കേസാണ് നമ്മളെ ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ല, ഇവനെ കൂട്ടണിച്ചിട്ട് നീട്ടി വലിച്ചിട്ട് ഇവരിങ്ങനെ ആക്കണത്. ശരിക്കും നമ്മൾക്കെല്ലാം സപ്പോർട്ടിങ്, വില്ലുകാർക്കാണ് ഇവരൊക്കെ സപ്പോർട്ടിങ്. ബില്ലുകാർക്കാണ് ഇവർ സപ്പോർട്ട്. നമ്മളുടെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇല്ല നമ്മളുടെ ഒന്നും കിട്ടില്ലല്ലോ. ഈ കോടിക്കണക്കിന് മില്ലുള്ള ടേൺ ഓവറിന് ചിലപ്പോൾ ഇവര് PM അവിടെ ഉച്ചവരെ നിന്നിട്ട് ജോലി ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ബിരിയാണി അടിക്കണ മറ്റേ കഫേ എന്താ നമ്മുടെ അവിടുത്തെ കഫേന്റെ പേര്, സപ്ലൈകോന്റെ താഴത്തെ ഇപ്പുറത്തെ സൈഡിന്റെ കോഫി ഷോപ്പിന്റെ എന്തോ പേരുണ്ടല്ലോ, അവിടുന്ന് ബിരിയാണി അടിക്കണത് വരെ ചിലപ്പോ മില്ലുകാരുടെ പൈസ ഉണ്ടാവേ. മില്ലുകാർക്കല്ലേ അവരുടെ പങ്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ 2% കിഴിവിന്റെ ചോദിച്ചു, ഞാൻ ആ കിഴിവിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജന്റിനെ വിളിച്ചിട്ട് ശരി നിങ്ങൾ 2% എന്നുള്ളത് 1% ഓക്കെയാണ്, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ എഴുത്ത് കുത്തും സാധനം പോകേണ്ട എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്ന അവരോടും ഇവരോടും പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്കൊരു സമാധാനമായി, ശരി നമ്മൾ ഏകപക്ഷീയമായിട്ട് അവർ അന്യായത്തിന് കൂട്ട് നിന്നു കൊടുത്തില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുക. ശരി, നിയമപ്രകാരം അവർ അങ്ങനെ ചെയ്യില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഫേവറായിട്ട് ആർക്കും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇവർ അവർക്ക് അനുകൂലമായിട്ടാണ് ചെയ്യണതേ, സംസാരിക്കണതേ. എന്തായാലും നമുക്ക് നാളെ ഒന്ന് നേരിട്ട് പോവാം.